ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അതായത് ഷെയർ മാർക്കറ്റിൽ ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ടിപ്പാണിത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ലോസുകളെ കാണുന്നത് എപ്പോഴും ഫൈനാൻഷ്യൽ രീതിയിലായിരിക്കും. പക്ഷേ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ആ ലോസുകൾ ശരിക്കും ബാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. അപ്പോൾ ആ ലോസിൻ്റെ ഒരു കാഠിന്യം അല്ല ആ ലോസിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ എത്തുമാത്രം ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഇമ്പാക്റ്റിലാണ് നിങ്ങളുടെ ആ ഇംബാലൻസ് ഇരിക്കുന്നത്. നമ്മൾ ഷെയർ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണും, അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരുമല്ലോ. നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനും നല്ലൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനും ഒക്കെ ആയിരിക്കും പല ആൾക്കാരും ഷെയർ മാർക്കറ്റിലോട്ട് വരുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുതലാകുമ്പോഴത്തേക്കും നമ്മുടെ എക്സൈറ്റ്മെൻറ്റും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കതനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് അവിടെ വരും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഇത് ബിസിനസ്സുകാർക്കെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഇമോഷണൽ മാനേജ്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷേ നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ സ്വപ്നങ്ങളായിരിക്കും വലുത്, അല്ലാതെ ആ ഇമോഷണൽ ബാലൻസ് ഒന്നും അവർക്ക് കാണത്തില്ല. എത്രമാത്രം ലോസ് ബെയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്നൊന്നും പലർക്കും അറിയത്തില്ല. അതൊക്കെ ലോസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പലർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ആ ലോസുകൾ ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ ലോസിൽ നിൽക്കുന്നത്. അതായത് ആദ്യത്തെ കുറച്ച് നാളൊന്നും വലിയ കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും ആ വിസിബിൾ ലോസ് വന്നു കഴിയുമ്പോഴത്തേക്കും മൈൻഡിന് അതിൻ്റേതായിട്ടൊരു നല്ല ചേഞ്ച് അവിടെ വരും. അപ്പോൾ തുടക്കത്തിലെ ഷെയർ മാർക്കറ്റ് വന്നപ്പോഴത്തേക്കുള്ളൊരു മൈൻഡ് സെറ്റും അപ്പോഴത്തെ മൈൻഡ് സെറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഹോപ്പും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമല്ലോ. ആ ഹോപ്പൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് കുറയും. പിന്നീട് ഇത് എങ്ങനെയൊക്കെ ചെയ്താൽ മതി, നഷ്ടപ്പെട്ടു പോയ പൈസ എങ്ങനെയൊക്കെ തിരിച്ച് പിടിച്ചാൽ മതി എന്നുള്ള ലൈനിലോട്ടാകും മൈൻഡ് സെറ്റ്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റ് പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആ ഒരു ഷിഫ്റ്റാണ് എല്ലാ ലോസുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാര്യം. അപ്പോൾ ഈ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിലോ 2 ട്രേഡിലോ 3 ട്രേഡിലോ ഒന്നുമല്ല. കുറച്ച് നാളുകൾ ആ ലോസ് കണ്ട് ആ ലോസ് ആണ് നമ്മുടെ മനസ്സിനെ അങ്ങ് അട്രാക്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും ലോസ് ഉണ്ടാക്കുന്നതല്ലേ, ഇന്നും ലോസ്. അപ്പോൾ അത് നോർമലായിട്ടൊരു കാര്യമായിട്ട് മാറും. ലോസ് വരുമ്പോഴത്തേക്കും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണത്തില്ല, പ്രോഫിറ്റ് വരുമ്പോഴും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ ആ പ്രോഫിറ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു വിറയൽ ഭയങ്കര കൂടുതലായിരിക്കും ആൾക്കാർ. നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മതി, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ലോസ് എത്ര വന്നാലും കുഴപ്പമില്ല, പക്ഷേ പ്രോഫിറ്റ് വരുമ്പോഴത്തേക്കും അത് ബുക്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കീപ്പപ്പ് ചെയ്യാനോ ഭയങ്കര പാടായിരിക്കും. ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനാണ്. ആ മൈൻഡ് സെറ്റ് ശരിയാകാതെ ഒരിക്കലും നിങ്ങൾക്ക് വീണ്ടും പ്രോഫിറ്റിലോട്ട് വരാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെയാണോ ഷെയർ മാർക്കറ്റിലോട്ട് ആദ്യം വന്നത് അതേ മൈൻഡ് സെറ്റ് വീണ്ടും നിങ്ങൾ കൊണ്ടുവരിക. അതായത് ഒരു കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമല്ല, നമ്മുടെ മൈൻഡും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മുടെ മൈൻഡ് കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈഫ് ഇങ്ങനെ ഭയങ്കര ഇറാഷണൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നടക്കുന്നത്. അപ്പം ഈ റാൻഡമായിട്ടുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു വീക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ തളർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഷെയർ മാർക്കറ്റ് പോലത്തെ ഒരു മേഖലയോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഭയങ്കര റാൻഡമായിരിക്കും. അപ്പോൾ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആ റാൻഡമായിട്ട് കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ മൈൻഡ് സെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് സെറ്റ് ഡീവിയേറ്റ് ആയി പോകുന്ന സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാരും ലോസിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആ മൈൻഡ് സെറ്റിൽ നിന്ന് അവർ മാറി വേറെ ഏതോ രീതിയിലോട്ട് അവർ ട്രാക്കിലോട്ട് ആയിപ്പോയിട്ട് ആ രീതിയിലോട്ട് അങ്ങ് പോകുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് ബ്രേക്കൊക്കെ എടുക്കാമെന്ന്. ഒരുപാട് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ലോസൊക്കെ വരുമ്പോഴത്തേക്കും 3-4 മാസമൊക്കെ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. പലർക്കും ആ ബ്രേക്ക് പോലും എടുക്കാൻ തോന്നുന്നില്ല. ആ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു മൈൻഡ് വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ മൈൻഡ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ 1-2-3 കാര്യങ്ങൾ ചെയ്യാണ്ട് അങ്ങ് ഷിഫ്റ്റ് ആകുന്നൊരു സാധനമല്ല, ഇതൊരു പ്രോസസ്സാണ്. ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ 21 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ പ്രോഗ്രാം. ഈ 21 ഡേയ്സ് റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് അതുമായിട്ട് അങ്ങ് സിങ്ക് ആകുന്നതാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മൈൻഡ് പ്രോസസ്സ് ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് അതിൽ നിന്ന് വിട്ട് നിൽക്കുക. കുറച്ച് നാളെന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും പല ടൈം പീരീഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, ഒരു പ്രശ്നം ഉണ്ടാകും, അതായത് ജീവിതത്തിലൊരു സങ്കടം ഉണ്ടായെന്ന് വെച്ചു, അത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേരുടെയും ഒരുപോലെ ആയിരിക്കത്തില്ല സംഭവം. അവരുടെ റിക്കവറിയൊക്കെ കുറച്ച് ചിലർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇതൊക്കെ ഇമോഷണൽ ബാലൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റിക്കവർ ആകാൻ പറ്റും, ചിലർക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ലോസ് ഉണ്ടാക്കാൻ പറ്റുന്നതിന് മേലെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പ്രിക്കോഷൻസ് എടുക്കുന്ന എപ്പോഴും മൈൻഡ് സെറ്റിലെ പ്രിക്കോഷൻ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ താളം വിട്ടുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും കൂടുതൽ പൈസ കൊണ്ട് ഇറക്കാതെ
ഒരു ബ്രേക്ക് എടുത്തിട്ട് എത്ര നാൾ ബ്രേക്ക് എടുത്താലാണ് മൈൻഡൊക്കെ നോക്കുകയാണെന്നൊക്കെ ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ആ ഒരു പാറ്റേൺ, ഇപ്പം എന്താ മൈൻഡിൻ്റെ പാറ്റേണാണ് ഈ കളികൾ മൊത്തം കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ വിജയിക്കാൻ പറ്റും. ഏതൊരു ബിസിനസ്സിലും നിങ്ങളുടെ ഒരു സക്സസ് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ്. അപ്പം മൈൻഡ് സെറ്റ് ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകുന്നത് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പം നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇമോഷൻസൊക്കെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലോസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ സൈക്കോളജിക്കൽ ലെവലിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിട്ട് അതിനെ റെക്ടിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊന്നും ആർക്കും പറ്റാത്ത കാര്യങ്ങളല്ല. പക്ഷേ എല്ലാവരും പോകുന്ന ട്രാക്കിലൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പല കാര്യങ്ങളും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ മൈൻഡ് സെറ്റിന് വേണ്ട ഒരു ഫിറ്റ്നസ് ഉണ്ടല്ലോ, ആ ഫിറ്റ്നസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അത് ഇതുപോലത്തെ ഒരു മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ലൈഫിൽ ഉറപ്പായിട്ട് നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. See you in the next video.